ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് റോന്ത് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് SI ആയ യോഹന്നാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ CPO ആയ ദിന്നാദാകട്ടെ അവിടെ ഇരുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതാണ് കാണുന്നത്. അയാളെ ഒന്ന് നോക്കിയ ശേഷം യോഹന്നാൻ നേരെ ഡിവൈഎസ്പിയുടെ അടുത്തേക്ക് പോകുന്നു. അയാൾ ഡിവൈഎസ്പിയോട് പറയുന്നുണ്ട് താൻ ആവശ്യമില്ലാത്തൊരു പണിക്കും പോയിട്ടില്ല എന്നും അതുകൊണ്ട് ഈ കൊലക്കേസ് എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എന്നും. ഇവര് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി മൂവിയിൽ കാണാം. പിന്നീട് കാണിക്കുന്നത് കുറെ നേരം കഴിഞ്ഞിട്ട് പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതാണ്. അയാൾ സ്റ്റേഷനിൽ നിന്ന് ജീപ്പിൽ കയറി പോകുന്ന സമയത്ത് റോഡിലെല്ലാം തന്നെ രക്തം തളം കെട്ടി നിൽപ്പുണ്ട്. പോലീസുകാർ വന്ന് അതെല്ലാം കഴുകി കളയുന്നുമുണ്ട്. അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. യോഹന്നാനെ തന്നെ പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്നു ദിന്നാദ്. അമ്മയും ഭാര്യയും മകളും അടങ്ങുന്നതായിരുന്നു അവന്റെ ചെറിയ കുടുംബം. അവന്റെ മകൾക്ക് ചെറിയ രീതിയിൽ പനിയുണ്ടായിരുന്നു. ആ സമയത്ത് അവന് സ്റ്റേഷനിൽ നിന്നും കോള് വരുന്നു. അന്ന് അവന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അവൻ നേരെ സ്റ്റേഷനിലേക്ക് എത്തി. ദിന്നാദിന്റെ കൂടെ അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോകണ്ട യോഹന്നാൻ അപ്പോഴും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ ലേറ്റായ കാരണം മറ്റൊരു പോലീസുകാരൻ അയാളെ വിളിക്കുന്നു. ആ സമയം യോഹന്നാൻ ആകട്ടെ ധൃതി പിടിച്ച് വീട്ടില് ജോലികൾ ചെയ്യുകയായിരുന്നു. അയാളുടെ ഭാര്യ സലോമിയാകട്ടെ അയാളുടെ ഫോണെല്ലാം ചെക്ക് ചെയ്യുന്നു. അയാൾക്ക് ആരൊക്കെ മെസ്സേജ് അയക്കുന്നു, അയാൾ ആരോടൊക്കെ സംസാരിക്കുന്നു എന്നായിരുന്നു അവരുടെ സംശയം. നീ ഇങ്ങനെ സംശയിക്കാൻ വേണ്ടിയിട്ട് അതിലൊന്നും തന്നെ ഇല്ലാന്നും എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധമില്ലാന്നും അയാൾ പറയുന്നുമുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിട്ട് ധൃതിയിൽ അയാൾ ഇറങ്ങുന്നു. അങ്ങനെ യോഹന്നാൻ സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ ദിന്നാദും അയാളും ചേർന്നിട്ട് പെട്രോളിങ്ങിന് ഇറങ്ങി. പോകുന്ന വഴിയിലെല്ലാം തന്നെ പലരോടും സംസാരിക്കുകയും ലോട്ടറി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടവർ. അന്നൊരു മന്ത്രിയുടെ വണ്ടി അതുവഴി പോകുന്ന കാരണം അവരുടെ ഏരിയയിലെത്തുമ്പോൾ ആ വണ്ടിക്ക് എസ്കോട്ട് പോകുന്ന ജോലിയും ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വീണ്ടും വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടിലൂടെ ഒരു പയ്യനും പെൺകുട്ടിയും ചേർന്നിട്ട് ബൈക്കിൽ പോകുന്നത് കാണാം. പോലീസ് ജീപ്പ് കണ്ടതും അവരൊന്ന് പേടിച്ച് മറ്റൊരു സൈഡിലൂടെ പോവുകയാണ്. ഈ രണ്ട് പോലീസുകാരും വീണ്ടും വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ അവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതുവഴി ഒരുപാട് പെൺകുട്ടികളും നടന്നു പോകുന്നുണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്തിയിട്ട് ദിന്നാദ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ കൂടി നിൽക്കുന്നത്? ഓൾറെഡി തന്നെ ഇതുവഴി പോകുന്ന പെൺകുട്ടികളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല കംപ്ലൈന്റുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോയിരിക്കാൻ. ഇവനിങ്ങനെ അവരെ ഉപദേശിക്കുന്നത് യോഹന്നാന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പുറത്തിറങ്ങി അവരെ കുറെ വഴക്കൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. നീ ഇവന്മാരെ പോലുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കാതെ ഇതുപോലെ പേടിപ്പിച്ച് നിർത്തണമെന്ന് അയാൾ പറയുന്നുണ്ട്. നൈറ്റ് പെട്രോളിംഗ് എന്ന് പറയുന്നത് ക്രൈം നടക്കുന്നത് നോക്കി നിൽക്കുന്ന പരിപാടിയല്ല, ക്രൈം നടക്കാതെ നോക്കേണ്ട ജോലിയാണ്. പോലീസ് പണി പറ്റില്ലെങ്കിൽ നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് അയാൾ ദേഷ്യത്തോട് അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ പോക്കിനിടയിൽ അവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറെ ദൂരം കഴിയുമ്പോഴാകട്ടെ ഒരു വീട്ടില് കുറെ പയ്യന്മാര് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവർ കാണുന്നുണ്ട്. പോലീസ് ജീപ്പ് കണ്ടതും ആ പയ്യന്മാര് അവിടെ നിന്ന് പെട്ടെന്ന് പോയി. കാര്യം അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ആ പയ്യന്മാര് അറക്കൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേതാണ്. ആ വീട്ടിലെ പെൺകുട്ടിയുമായിട്ട് ഈ വീട്ടിലെ പയ്യനായ നവീൻ ഒളിച്ചോടി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ തന്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും അവൻ വയറിംഗ് വർക്കിന് പോയിരിക്കുകയാണെന്നും നവീന്റെ അച്ഛൻ പറയുന്നു. അവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അരുൺ എന്ന് പറയുന്ന അവന്റെ കൂട്ടുകാരന്റെ കൂടെയാണ് വയറിംഗ് വർക്കിന് പോയതെന്നാണ് അയാൾ പറയുന്നത്. ഇവർ ഫോൺ വിളിച്ചു നോക്കിയിട്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇനി വിളിക്കുമ്പോൾ എടുക്കുവാന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ സ്റ്റേഷനിൽ വന്ന് ഹാജരാകണമെന്ന് യോഹന്നാൻ ഇവരോട് പറയുന്നു. അങ്ങനെ പെട്രോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് വയർലെസ് വഴി സന്ദേശം കിട്ടുന്നുണ്ട്, ഒരു വുമൺ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവരിപ്പോൾ സംസാരിച്ച ആ നവീൻ എന്ന് പറയുന്ന പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയ പെൺകുട്ടിയുടെ അതേ മിസ്സിംഗ് കേസ് തന്നെയായിരുന്നു ഇത്. അവർ നേരെ എത്തുന്നത് അറക്കൽ എന്ന് പറയുന്ന ആ വീട്ടിലേക്കാണ്. എന്നാൽ ആ പെൺകുട്ടിയുടെ അമ്മയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരോട് പറയുന്നുണ്ട്, നീയൊക്കെ എന്തിനാണ് ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? അതുകൊണ്ടല്ലേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതെന്ന്. ആ വീട്ടിൽ നിന്നും മാത്യു എന്ന് പറയുന്ന ഒരാളായിരുന്നു കംപ്ലൈന്റ് കൊടുത്ത. ദിന്നാദ് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നത് കംപ്ലൈന്റ് കൊടുത്തെന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ പെൺകുട്ടി തിരിച്ചു വന്നു എന്ന്. എന്നാൽ ആ പെൺകുട്ടി ഒന്ന് പുറത്തേക്ക് വിളിക്ക്, ഞങ്ങളൊന്ന് കണ്ട ശേഷം തിരിച്ചു പോയിക്കൊള്ളാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവരതിന് സമ്മതിക്കുന്നില്ല. ആ പെൺകുട്ടി അവിടെ ഇല്ലാന്ന് അവർക്കറിയാം. ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കള്ളം പറഞ്ഞതായിരുന്നു. പക്ഷെ ദിന്നാദ് അങ്ങനെ വിടാൻ കൂട്ടാക്കിയില്ല. പെൺകുട്ടിയെ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആ പയ്യന്മാർ ഇവനെ തടഞ്ഞെങ്കിലും വീടിനകത്തേക്ക് അവനാകട്ടെ കയറാൻ തുടങ്ങിയതും പ്രശ്നം രൂക്ഷമായി. ആ സമയത്ത് ഒരു കോളിലായിരുന്നു യോഹന്നാൻ. ഈ ബഹളം കണ്ടിട്ട് യോഹന്നാൻ വന്ന് ദിന്നാദിനെ വഴക്ക് പറയുന്നു. നിന്റേത് ഡ്രൈവർ പണിയില്ലേ, നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവരോട് സംസാരിക്കുന്നു. പക്ഷെ ദിന്നാദിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവനെ അയാൾ നാണം കെടുത്തി. യോഹന്നാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് തന്നെയാണ് പരാതി കൊടുത്തത്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ പരാതിയില്ലാന്ന് ഈ സ്ത്രീ പറയുന്നു. ആ കുട്ടി തിരിച്ചു വന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ കുട്ടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്ത ആള് ഒന്ന് എഴുതി തന്നാൽ മതി എന്നാണ് യോഹന്നാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതും കേട്ടുകൊണ്ട് അകത്തേക്ക് പോയ ആ സ്ത്രീയാകട്ടെ അവരുടെ ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കുന്നു. ഈ വിഷയം വേറെ രീതിയിൽ സോൾവ് ചെയ്യാനുള്ളതിന് നിങ്ങൾ എന്തിനാണ് പോലീസിനെ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. അതോടുകൂടി നാട്ടുകാർ മൊത്തം അറിയില്ല, നമുക്ക് നാണക്കേടാകില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി എഴുതി കൊടുക്കാനും പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ അയാളാകട്ടെ യോഹന്നാന്റെ അടുത്ത് പോയി അതുപോലെ തന്നെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും യോഹന്നാനും ദിന്നാദും അവിടെ നിന്നും പോയി. ആ സ്ത്രീയാകട്ടെ അവരുടെ മൂത്ത മകനെ വിവരം അറിയിച്ചിട്ട് ആ പയ്യൻ ദുബായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എയർപോർട്ടിലിറങ്ങി അവനാകട്ടെ അവന്റെ കൂട്ടുകാരന്റെ കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരികയാണ്. നീ കൂടെ വന്നിട്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണാമെന്നാണ് പറയുന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് യോഹന്നാൻ
യോഹനാനാകട്ടെ ദിന്നാദിനെ ഉപദേശിക്കുന്നു. ഈ വക കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നു. അന്വേഷിച്ച ശേഷം അവർക്ക് പരാതിയില്ലെന്ന് മനസ്സിലായതോടുകൂടി നമ്മൾ തിരിച്ചു പോകുന്നു. അതേ ചെയ്യാവൂ. അല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ അവരുടെ മെക്കിട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും. നിന്റെ ജോലിയും പോവും. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു പള്ളിയിലച്ഛന്റെ വണ്ടിക്ക് ഒരു ജീപ്പിലുണ്ടായിരുന്ന കുറച്ചു പേര് ഇടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ വണ്ടി നോക്കിയിട്ട് യോഹന്നാൻ പറയുന്നുണ്ട് ഒരു 8-10 രൂപയുടെ പണിയെങ്കിലും ഉണ്ടെന്ന്. ആ ജീപ്പിലെ പയ്യന്മാരൊക്കെ വെള്ളം ഒടിച്ചിട്ടുണ്ട്. ദിന്നാദ് അവരുടെ വണ്ടിയിൽ നിന്നും താക്കോൽ ഉരിമാറ്റി അവന്മാരെല്ലാം പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ യോഹന്നാൻ പറയുന്നു. എന്നാൽ അതിലൊരു പയ്യൻ പറയുന്നുണ്ട് ഇവിടുത്തെ DYSP എന്റെ മാമനാണെന്ന്. യോഹന്നാൻ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. കുറച്ചുനേരം അവരെ പേടിപ്പിച്ചൊന്ന് വണ്ടിയിലിരുത്തിയ ശേഷം യോഹന്നാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഈ അച്ഛന്റെ വണ്ടി നന്നാക്കാനുള്ള കാശ് കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്ത് ഒതുക്കി തീർക്കാന്ന്. അങ്ങനെ അവര് കാശ് കൊടുക്കാൻ തയ്യാറായതോടുകൂടി യോഹന്നാൻ അവരെ വെറുതെ വിടുകയും ചെയ്തു. അവര് പോയി കഴിയുമ്പോൾ യോഹന്നാൻ ആകട്ടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ കഴിച്ചിട്ടുണ്ടോ എന്ന്. അച്ഛൻ കുറച്ച് വൈൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം ആ കാശ് എന്റെ കയ്യിലിരിക്കട്ടെ, അച്ഛൻ പോയിക്കോ, ഞാൻ കേസൊന്നും എടുക്കുന്നില്ല എന്ന് അയാൾ പറയുന്നു. അയാളുടെ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് ആ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് നൈസായിട്ട് യോഹന്നാൻ അങ്ങ് മുക്കി. ഇതെല്ലാം കാണുമ്പോൾ ദിന്നാദിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്തിൽ അവൻ ഡോറ് വലിച്ചടിച്ചിട്ട് അകത്തേക്ക് കയറി. യോഹന്നാന് കാര്യം മനസ്സിലായി. എന്തേലും പറയാനുണ്ടെങ്കിൽ നിനക്ക് മുഖത്ത് നോക്കി പറഞ്ഞൂടെ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ പോലീസായത് ഇതുപോലെ കൈക്കൂലി വാങ്ങിക്കാനല്ല എന്ന്. എന്നാൽ യോഹന്നാൻ പറയുന്നു നീ പറയുന്ന പോലെയല്ല കാര്യങ്ങളെന്ന്. ഈ വണ്ടി എഞ്ചിൻ പണിയായിട്ട് വർക്ക്ഷോപ്പിൽ കയറിയതൊക്കെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. അതിന്റെ കാശ് കൊടുത്തത് ഞാനാ, പക്ഷെ ആ കാശ് ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്റെ ശമ്പളത്തിൽ നിന്ന് എങ്ങനെ സർക്കാർ പിടിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെടുന്ന എന്റെ കാശ് ഇങ്ങനെയൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് വീണ്ടും ആഹാരം കഴിക്കാൻ കയറി. ആ ടൈമില് ദിന്നാദിനെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. മകൾക്കിടയ്ക്ക് പനി കൂടുന്നുണ്ട്, ഇപ്പോൾ ഉറക്കമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും മന്ത്രിക്ക് എസ്കോട്ട് പോകേണ്ട സമയമെത്തി. അങ്ങനെ കുറച്ചു ദൂരം മന്ത്രിയുടെ വണ്ടിക്ക് എസ്കോട്ട് പോകുന്നു. ദേഷ്യമെല്ലാം കൂടി മനസ്സിലിരിക്കുന്ന കാരണം ദിന്നാദാകട്ടെ നല്ല സ്പീഡിലായിരുന്നു വണ്ടി ഓടിക്കുന്നത്. അതിനും യോഹന്നാൻ അവനെ കുറെ വഴക്ക് പറയുന്നു. അതിനിടയ്ക്ക് യോഹന്നാൻ തന്റെ വൈഫ് സലോമി വിളിക്കുന്നുണ്ട്. അവര് ഫോൺ എടുക്കാൻ താമസിക്കുമ്പോൾ യോഹന്നാൻ ആകെ ടെൻഷനായിരുന്നു. എടുത്ത് സംസാരിച്ചു കഴിയുമ്പോഴാണ് യോഹന്നാൻ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്നത്. പിന്നീട് ഇവർ തിരിച്ച് വീണ്ടും സ്റ്റേഷനിലെത്തുന്നു. ആ ടൈമിൽ യോഹന്നാന് DYSPയുടെ കോള് വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാൻ. ആ പെൺകുട്ടി നവീൻ എന്ന് പറയുന്ന ഏതോ പയ്യന്റെ കൂടെ ഒളിച്ചോടി എന്നാണ് വിവരം കിട്ടിയതെന്നും ആ നവീൻ ഇപ്പോൾ അവന്റെ കൂട്ടുകാരൻ അരുണിന്റെ കൂടെയാണെന്നുമാണ് അറിവ് കിട്ടിയതെന്നുമാണ് അയാൾ പറയുന്നത്. വേറെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് DYSP ഫോൺ വെച്ചു. പക്ഷേ ഈ DYSP ആകട്ടെ ആ അറക്കിലെ പയ്യന്മാരുടെ ഗ്യാങ്ങിന്റെ കൂടെ തന്നെയായിരുന്നു. അരുണിന്റെ കൂടെയാണ് നവീൻ പോയതെന്നുള്ള ഇൻഫർമേഷൻ അയാളാകട്ടെ ആ പയ്യന്മാർക്ക് കൈമാറുകയും ചെയ്തു. യോഹന്നാൻ സ്റ്റേഷനിലെ ബാത്റൂമിലിരിക്കുകയാണ്. ആ സമയത്ത് സ്റ്റേഷനിലേക്ക് ഒരു എമർജൻസി കോള് വരുന്നു. യോഹന്നാന് ദിന്നാദിന്റെ കൂടെ പോകാൻ പറ്റാത്ത കാരണം സദാനന്ദൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെയാണ് പറഞ്ഞുവിടുന്നത്. ഭ്രാന്തുള്ള ഒരാള് തന്റെ കുട്ടിയെ എന്തിലോ അടച്ചിട്ടിട്ട് അവിടെയെല്ലാം നിന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയൽക്കാരാണ് വിളിച്ചത്. അങ്ങനെ ദിന്നാദും സദാനന്ദനും അവിടെ എത്തി. വീട് കുറച്ച് മുകളിലായ കാരണം ദിന്നാദ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. സദാനന്ദൻ അവിടെ ഉണ്ടായിരുന്ന അയൽക്കാരുടെ കൂടെ മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ ആ ഭാഗത്ത് ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ കണ്ടപ്പോഴും ആ ഏരിയ കണ്ടപ്പോഴും ഒക്കെ ദിന്നാദിന് നല്ല പേടി തോന്നുന്നു. അത് കാരണം അധിക നേരം അവിടെ ഒറ്റയ്ക്ക് നിൽക്കാതെ അയാൾ മുകളിലേക്ക് കയറി ചെല്ലുന്നു. ആ ഭ്രാന്തന്റെ ഭാര്യ മരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിനെ അയാൾ എന്തിലോ അടച്ചിട്ടിരിക്കുകയാണ്. കൊച്ചിന്റെ ചെറിയ കരച്ചിൽ മാത്രമേ കേൾക്കാനുള്ളൂ. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിന്നാദ് മുകളിലേക്ക് കയറി ചെന്നെങ്കിലും അയാളാകട്ടെ കത്തിയെടുത്ത് വീശുകയായിരുന്നു. വേറെ വഴിയില്ലാതെ അവർ രണ്ടുപേരും താഴെ കറങ്ങി നിൽക്കുന്നു. ഈ വട്ടന്മാരുടെ കേസ് നമുക്ക് ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് സദാനന്ദൻ ദിന്നാദിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ദിന്നാദിന് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ റിസ്ക് എടുക്കാൻ സദാനന്ദൻ തയ്യാറായിരുന്നില്ല. വേറെ വഴിയില്ലാതെ ദിന്നാദിനും സദാനന്ദൻ പറയുന്ന കേൾക്കേണ്ടതായി വരുന്നു. അവർ തിരിച്ച് സ്റ്റേഷനിലെത്തി. ആ സമയത്ത് കുറച്ചുനേരം കിടന്ന ശേഷം യോഹന്നാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്തായിരുന്നു കേസ് എന്ന് ചോദിക്കുമ്പോൾ ദിന്നാദ് കാര്യം പറയുന്നു. അത് കേട്ടതും യോഹന്നാൻ ആകെ ദേഷ്യത്തിലായി. ആ കൊച്ചിനെ ആ അവസ്ഥയിലിട്ടിട്ട് നിങ്ങൾ എന്തിനാ തിരിച്ചു വന്നെന്ന് ചോദിച്ചിട്ട് അയാൾ പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറയുന്നു. അവർ നേരെ ഫയർഫോഴ്സിനെയും വിളിച്ച് ആ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ദിന്നാദും യോഹന്നാനും ഫയർഫോഴ്സും എല്ലാം ചേർന്നിട്ട് അയാളുടെ ശ്രദ്ധ തിരിപ്പിച്ചിട്ട് എങ്ങനെയോ ഉള്ളിലേക്ക് കയറുന്നു. യോഹന്നാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അയാൾ കത്തിയെടുത്ത് വീശുമ്പോൾ തലനാരിഴയ്ക്കാണ് ദിന്നാദ് രക്ഷപ്പെടുന്നത്. ഒരു നിമിഷം അവൻ മരണത്തെ മുന്നിൽ കണ്ടു. അത്രയധികം അവൻ പേടിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് യോഹന്നാനാകട്ടെ ഒരു ശവക്കല്ലറയുടെ അടുത്തേക്ക് പോകുന്നതാണ്. ജനനവും മരണവും ഒരേ ദിവസമുള്ള ഒരു കുഞ്ഞിന്റെ ശവക്കല്ലറയായിരുന്നു അത്. അയാളുടെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കാം അത് അയാളുടെ തന്നെ മകളായിരുന്നുവെന്ന്. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന കേസ് അയാൾ ഇത്രയധികം റിസ്ക് എടുത്ത് ഏറ്റെടുത്തത്. പിന്നീട് അവിടെ നിന്നും അവർ വീണ്ടും കുറെ ദൂരം വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. യോഹന്നാൻ പറയുന്നുണ്ട് നമുക്ക് കാക്കത്തോട് എന്ന് പറയുന്ന സ്ഥലം വരെ പോകാമെന്ന്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ദിന്നാദ് അവിടേക്ക് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ യോഹന്നാൻ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന മാവിൽ നിന്ന് വീഴുന്ന മാമ്പഴം പറക്കാനായിരുന്നു. അയാളുടെ വൈഫിന് അത് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുന്ന വഴിക്കാകട്ടെ ആ അറയ്ക്കലെ കാണാതായ പെൺകുട്ടിയുടെ സഹോദരൻ ദുബായിൽ നിന്ന് വന്നിട്ട് വഴിയിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് ഫോണിലിരിക്കുന്നതാണ് കാണുന്നത്. പോലീസിനെ കണ്ടതും അവര് പെട്ടെന്ന് ഫോണൊക്കെ മാറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്നത് കവർ എടുത്ത് കയ്യിൽ പിടിക്കുന്നു. ഇവിടെ എന്താ നിർത്തിയിട്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ താൻ ദുബായിൽ നിന്ന് വരുന്ന വഴിയാണ്, ഇവിടെ ഒരാൾക്ക് ഈ ഒരു സാധനം കൊടുക്കാൻ
എടുക്കാനുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അവരെ നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്ത് അവരുടെ നമ്പരും വാങ്ങുന്നുണ്ട്. ദുബായ് നമ്പറായിരുന്നു അവൻ അവർക്ക് കൊടുക്കുന്നത്. അവന്റെ ബോർഡിംഗ് പാസ് ഒക്കെ ചെക്ക് ചെയ്ത് അവൻ വൈകിട്ട് തന്നെ വന്നതെന്ന് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ജിനു എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ഇയാളോട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ കൺട്രോൾ റൂമിൽ നിന്നും ഒരു ആക്സിഡന്റ് നടന്നതിനെ പറ്റി ഇവരെ വിളിച്ചു പറയുന്നു. ഈ ജിനുവും കൂട്ടരും വഴിതെറ്റി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് കാരണം ആ പോലീസുകാരാകട്ടെ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ വന്നു, ജംഗ്ഷനിലേക്ക് വഴി കാണിച്ചു തരാമെന്ന്. ശരിക്കും ജിനുവും കൂട്ടരും തങ്ങളുടെ സഹോദരി ഒളിച്ചോടി പോയത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ വന്നു നിന്നത്. പോലീസുകാരോട് അതിനെപ്പറ്റി പറയാൻ പറ്റാത്ത കാരണം തൽക്കാലം പോലീസുകാരുടെ ജീപ്പിനെ ഫോളോ ചെയ്ത് അവർ ജംഗ്ഷനിലേക്ക് പോകുന്നു. ജംഗ്ഷനിലെത്തി കഴിയുമ്പോൾ പോലീസുകാർ അവിടെ വണ്ടി നിർത്തി. ജിനു അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. വഴി മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് വണ്ടി എടുത്തു പോയി. ആക്സിഡന്റ് നടന്ന സ്പോട്ടും അത് തന്നെയായിരുന്നു. കൺട്രോളിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ആക്സിഡന്റ് നടന്നത് ഇവിടെയാണ്, പക്ഷെ ബൈക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആരെയും തന്നെ കാണുന്നില്ല എന്ന്. വലിയ പരിക്കുള്ളതായിട്ടും തോന്നുന്നില്ല. അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. യോഹനാൻ ഇടയ്ക്കൊന്ന് ഉറങ്ങിയിരുന്നു. എന്നാൽ പെട്ടെന്ന് മുന്നിലൂടെ ഒരു പെൺകുട്ടി പാസ് ചെയ്തു പോയ പോലെ ദിന്നാദിന് തോന്നുന്നു. അവർ അവിടെയെല്ലാം ഇറങ്ങി ചെക്ക് ചെയ്യുന്നു. അവിടെ എല്ലാം തന്നെ കാടായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ യോഹനാൻ പറയുന്നുണ്ട്, ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് ഒരാളുടെ വീട്ടിലേക്കാണെന്ന്. പക്ഷെ ആ വീട് വർഷങ്ങളായിട്ട് പൂട്ടിയിരിക്കുകയാണ്. ചിട്ടി കമ്പനി നടത്തിയിരുന്ന ഒരാള് അതെല്ലാം നഷ്ടം വന്ന സമയത്ത് ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്തിട്ട് തൂങ്ങി മരിച്ചു. ഇവിടെ പ്രേതബാധയുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതൊക്കെ കേട്ടപ്പോ ദിന്നാദ് ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്തായാലും നീ ഉള്ളിൽ കയറി ഒന്ന് നോക്കാനാണ് പറയുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ യോഹനാൻ പറയുന്നുണ്ട്, നീയല്ലേ പെണ്ണിനെ കണ്ടെന്നൊക്കെ പറഞ്ഞത്, എന്തായാലും ഉള്ളിലോട്ടൊന്ന് കയറി നോക്ക്. ഈ പ്രദേശത്തുള്ള പലരും ആത്മഹത്യ ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വേറെ നിവൃത്തിയില്ലാതെ ദിന്നാദ് ഉള്ളിലേക്ക് കയറി നോക്കി. അവൻ ആരെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മിററിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നു. അവൻ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് കാല് വഴുതി അവൻ തലയിടിച്ച് വീഴുന്നു. അത് കണ്ടതും യോഹന്നാൻ പേടിച്ചു. അവന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തില് വെള്ളമൊക്കെ കൊണ്ട് തളിച്ച് അവനെ ഉണർത്തിയിട്ട് അയാളാകട്ടെ വീണ്ടും അവന്റെ കൂടെ ഉള്ളിലേക്ക് ചെക്ക് ചെയ്യാൻ കയറി. അവൻ പറയുന്നുണ്ട് താനൊരു പെൺകുട്ടി അവിടെ കണ്ടു എന്ന്. അത് പ്രേതമാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ പേടിച്ചു ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ ഒരു പ്രേതമൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ ചെന്ന് നോക്കുമ്പോൾ അത് പ്രേതമൊന്നും ആയിരുന്നില്ല. നേരത്തെ ഒളിച്ചോടിയില്ലേ ആ പെൺകുട്ടിയായിരുന്നു അത്. അവളുടെ കാമുകനും കൂടെയുണ്ട്. അവളോട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് അറക്കല പെൺകുട്ടി തന്നെയാണെന്ന്. എന്നാൽ ആ പയ്യന്റെ പേര് റോഷൻ എന്നാണ്. ഇവർ തന്നെയായിരുന്നു വൈകുന്നേരം ഇവർ റോന്തു ചുറ്റാൻ ഇറങ്ങിയ സമയത്ത് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ ബൈക്കിൽ പോയതും. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവൾ നവീന്റെ കൂടെ ഒളിച്ചോടി എന്നാണ്. ഈ നവീൻ നിന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത് നവീൻ തന്റെ ബെസ്റ്റിയാണെന്നാണ്. അവനാണ് ഈ ഒളിച്ചോട്ടത്തിൽ ഹെൽപ്പ് ചെയ്തത്. അവളെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവന്റെ അടുത്താക്കിയത് നവീനായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ വീട്ടുകാര് ഇവൾ നവീന്റെ കൂടെയാണ് ഒളിച്ചോടി പോയതെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും തൽക്കാലം അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. നാളെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കാനായിരുന്നു അവരുടെ തീരുമാനം. അതിനിടയ്ക്ക് ദിന്നാദിന്റെ മകൾക്ക് പനി കൂടിയിട്ട് അവന്റെ വൈഫ് അവനെ വിളിക്കുന്നു. അത് കേട്ട് യോഹനാൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. വീട്ടിൽ നിന്ന് കുഞ്ഞിനെയും വൈഫിനെയും അമ്മയും കൂട്ടി അവർ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പോലീസ് ജീപ്പില് ഇവരെല്ലാവരും വന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്ന കണ്ടിട്ട് അവിടെ നിന്നിരുന്ന രണ്ടുപേര് പരസ്പരം പറയുന്നുണ്ട് ഏതോ റെയ്ഡില് പൊക്കിയ സ്ത്രീകളായിരിക്കും ഇതെന്ന്. കുഞ്ഞിന്റെ അവസ്ഥ കാണുമ്പോൾ യോഹനാന് നല്ല വിഷമം തോന്നുന്നുണ്ട്. അയാൾ ദിന്നാദിനോട് പറയുന്നുണ്ട് നീ തൽക്കാലം കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ. ഇടയ്ക്ക് ദിന്നാദ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ രണ്ടുപേര് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട് ഇവരെ ഏത് ലോഡ്ജിൽ നിന്ന് പൊക്കിയതാണെന്ന്. ദിന്നാദ് ദേഷ്യത്തോട് അവരോട് പറയുന്നുണ്ട് ഇതെന്റെ അമ്മയും ഭാര്യയുമാണെന്ന്. അതും കേട്ടുകൊണ്ടുവന്ന യോഹനാനാകട്ടെ ദിന്നാദിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ആ രണ്ടുപേരെയും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. യോഹനാൻ അയാളോട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നാളെ ഒരു ഹർത്താൽ വന്നു കഴിഞ്ഞ് നിന്റെ അമ്മയോ ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും വണ്ടി കിട്ടാതെ രാത്രിയിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പോലീസുകാരായിരിക്കും അവരെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോഴും നീ ഇത് തന്നെ പറയുമെന്ന് അയാൾ ചോദിക്കുന്നു. അങ്ങനെ അവരെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചിട്ടാണ് അയാൾ വിടുന്നത്. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും കൺട്രോൾ റൂമിൽ നിന്ന് ഒരു എമർജൻസി കേസ് വിളിച്ചു പറയുന്നു. ഒരു സ്ത്രീ എന്തോ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്തായിരുന്നു. അവര് ഡിപ്രഷൻ പേഷ്യന്റ് കൂടിയാണെന്ന് അറിഞ്ഞതോടുകൂടി യോഹനാൻ വീണ്ടും ആകെ ടെൻഷനിലായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനോട് വണ്ടി വിടാൻ പറയുന്നു. പക്ഷെ അവരെത്തുമ്പോഴേക്കും ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ റൂമിൽ കുട്ടിയുമുണ്ട്. ഗൾഫിലുള്ള ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്ത് വെച്ചായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത്. കുഞ്ഞിനെയും കയ്യിലെടുത്ത് പുറത്തു വന്ന യോഹനാനാകട്ടെ ദിന്നാദിനെ പെട്ടെന്ന് താഴേക്ക് വിളിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് രണ്ട് പോലീസുകാരെ ഇവിടേക്ക് വിളിച്ചിട്ടാണ് അവർ പിന്നീട് അവിടെ നിന്നും പോകുന്നത്. യോഹനാൻ വല്ലാതെ ടെൻഷനാകുന്നത് ദിന്നാദ് ശ്രദ്ധിക്കുന്നുണ്ട്. യോഹനാൻ അവിടെ നിന്ന് നേരെ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അയാൾ പോയി തന്റെ ഭാര്യയെ നോക്കുന്നുണ്ട്. അവർ നല്ല ഉറക്കമായിരുന്നു. കുറച്ചുനേരം അയാൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അവർ ഉണരുന്നുണ്ട്. എന്നെ എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നില്ല അതെ വിളിക്കാഞ്ഞെന്ന് പറയുന്നു. എന്നിട്ട് അവർക്ക് കൊണ്ടുവന്ന മാങ്ങയും കൊടുക്കുന്നു. ശരിക്കും യോഹനാന്റെ വൈഫ് സലോമിയും ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആത്മഹത്യ ചെയ്തത് കണ്ടിട്ട് അയാൾ ആകെ ടെൻഷനായിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും സ്റ്റേഷനിലെത്തുന്നു. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ആലോചിച്ചിട്ട് മനസ്സാകെ ടെൻഷനിലായിരുന്ന കാരണം യോഹനാൻ മദ്യപിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ഒഴിച്ച് അയാൾ ദിന്നാദിനും കൊടുക്കുന്നു. വേണ്ടെന്ന് അവൻ പറഞ്ഞെങ്കിലും അയാൾ നിർബന്ധിക്കുന്ന കാരണം അവൻ കഴിച്ചു. സദാനന്ദനും വന്ന് ഒന്ന് രണ്ട് പഗ് അവിടെ ഇരുന്ന് അടിക്കുന്നു. അങ്ങനെ വീണ്ടും പെട്രോളിങ്ങിന് ഇറങ്ങുന്ന നേരത്ത് വഴിയിൽ ഓരോ വണ്ടിയൊക്കെ
ചെക്ക് ചെയ്ത് അവർ ഒരിടത്ത് കിടന്ന് കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിനിടയ്ക്ക് ഇവരുടെ ഫ്രണ്ടിലൂടെ 2 വണ്ടി പോകുന്നുണ്ടായിരുന്നു. അതിൽ ഒരു വണ്ടി ജിപ്സിയും രണ്ടാമത്തെ വണ്ടി ഫോർച്യൂണറുമായിരുന്നു. ആ അരക്കില പയ്യന്മാരുടെ വണ്ടി തന്നെയായിരുന്നു അത്. ആ ടൈമിൽ തന്നെ ഇവർക്കാകട്ടെ ഒരു കംപ്ലൈന്റും കിട്ടുന്നു. ഒരു വീട്ടിലാരോ അതിക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞിട്ട്. അവർ ആ ഏരിയയിലേക്ക് വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന അയൽവാസിയായിരുന്നു കംപ്ലൈന്റ് കൊടുത്തത്. തൊട്ടടുത്ത് താമസിക്കുന്ന തന്റെ ചേട്ടന്റെ മകൻ അരുണിനെ ഇവിടെ നിന്ന് ആരൊക്കെ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയെന്ന് അയാൾ പറയുന്നു. വാതില് മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. യോഹന്നാനും ദിൻനാദും ചേർന്നിട്ട് റൂം മുഴുവൻ നന്നായിട്ട് പരിശോധിച്ചു. സംഭവം നടന്നത് ഒരു 45 മിനിറ്റ് മുൻപാണെന്നാണ് അയാൾ പറയുന്നത്. സംഭവം കണ്ടത് നിങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല, അയൽ വീട്ടിലെ സ്ത്രീയാണെന്നാണ് അയാൾ പറയുന്നത്. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീയാകട്ടെ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് യോഹനാന് കൊടുക്കുന്നു. അയാൾ അത് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എന്ത് വണ്ടിയാണെന്നും ആരുടെയാണെന്നും അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ആപ്പിൽ നോക്കിയപ്പോൾ അത് ജിപ്സി ആണെന്ന് മാത്രമാണ് അവർ പറയുന്നത്. ജിപ്സി ആണെങ്കിൽ തങ്ങളിന്ന് ചെക്ക് ചെയ്ത ഒരു ജിപ്സി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ റെക്കോർഡ് എടുത്ത് നോക്കുന്നു. അതോടുകൂടി അവർക്ക് മനസ്സിലായി അവർ ചെക്ക് ചെയ്തിട്ട് വിട്ട ആ ദുബായിക്കാരനായ ജിനുവിന്റെ വണ്ടി തന്നെയാണിതെന്ന്. അയാൾ കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ അത് റോങ് നമ്പർ ആയിരുന്നു. ഇനി അവരെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചപ്പോൾ ദിന്നാദ് പറയുന്നുണ്ട് അതിന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതിയെന്ന്. കുറച്ചു മുന്നേ നമ്മുടെ ഫ്രണ്ടിലൂടെ അവന്മാർ പോയിട്ടുണ്ടായിരുന്നു. ആ ജിപ്സിയുടെ കൂടെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ആ അരക്കിലെ വീട്ടില് നമ്മൾ അന്വേഷിക്കാൻ ചെന്ന സമയത്തും അവിടെ ഒരു ഫോർച്യൂണർ കിടപ്പുണ്ടായിരുന്നു. പിന്നെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന പയ്യൻ നവീൻ ഒരു ഇലക്ട്രീഷ്യൻ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പൊ പോയ വീട്ടിലുണ്ടായിരുന്ന അരുണും ഇലക്ട്രീഷ്യൻ ആണ്. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. നവീന്റെ വീട്ടിൽ വെച്ചിട്ട് നവീന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ നവീൻ അരുണിന്റെ കൂടെയാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും നവീനെ അരുണിനെയും ആ അരക്കിലെ വീട്ടിലെ പയ്യന്മാരെ തന്നെ പൊക്കിയതായിരിക്കും. ആ പെൺകുട്ടി സ്റ്റേഷനിൽ ഉണ്ടായത് കാരണം യോഹനാൻ ആ പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ജിപ്സി ഉണ്ടോ എന്ന്. വീട്ടില് ജിപ്സി ഇല്ല, എന്റെ ചേട്ടന്റെ ഫ്രണ്ടിന് ഒരു ജിപ്സി ഉണ്ടെന്നാണ് അവള് പറയുന്നത്. ചേട്ടൻ ദുബായിലാണോ, ചേട്ടന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറയുമ്പോൾ ആ പെൺകുട്ടി ഫോട്ടോ കാണിക്കുന്നു. അതോടുകൂടി അവർക്ക് ഉറപ്പായി അവർ ചെക്ക് ചെയ്ത അതേ ദുബായിക്കാരൻ ജിനു തന്നെയാണതെന്ന്. ആ ടൈമിൽ ഈ ജിനുവും കൂട്ടരും നവീനെ അരുണിനെയും പൊക്കി ആ വണ്ടിയിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ പെങ്ങൾ എന്തേന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഇവന്റെ റിയൽ നമ്പർ വാങ്ങിയിട്ട് യോഹന്നാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. നവീനെ അരുണിനെ മര്യാദയ്ക്ക് നീ ഇവിടെ കൊണ്ട് വിടുന്നതാ നല്ലത്, അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ ആ പ്രശ്നമെന്നാണ് യോഹന്നാൻ പറയുന്നത്. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തു തരാം, തൽക്കാലം നീ അവരെ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് വിടുന്ന അയാൾ പറയുന്നു. സാറിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ തിരിച്ചു പറയുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട് നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അവൻ വിശ്വസിക്കാത്ത കാരണം വീഡിയോ കോളിൽ വന്നിട്ട് അവളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവന് വിശ്വാസം വരുന്നത്. അങ്ങനെ അവന്മാരെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ അയാൾ പറഞ്ഞതോടുകൂടി എന്നാ പിന്നെ ഇവരെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ജിനുവും കൂട്ടരും വിചാരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും നവീൻ ആകട്ടെ മരിച്ച പോലെ കിടക്കുകയാണ്. നവീന്റെ അവസ്ഥ കണ്ടിട്ട് അവന്റെ കൂട്ടുകാരൻ അരുൺ ആകെ ടെൻഷനിലായി. ഇവന്മാർ അവനെ കൊന്നുവെന്നാണ് അരുൺ വിചാരിക്കുന്നത്. പണി കിട്ടിയെന്ന് പേടിച്ച ജിനുവിന്റെ കൂട്ടുകാര് പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ജിനുവിന്റെ അടുത്തേക്ക് വന്നിട്ട് നവീന്റെ കാര്യം പറയുന്നു. അവൻ മരിച്ചെന്നാ തോന്നുന്നെന്ന്. അവര് പുറത്തേക്ക് ഇറങ്ങിയതും അഭിനയിച്ച് കിടന്നിരുന്ന നവീൻ അവിടെ നിന്നും ഇറങ്ങി ഓടി. എവന്മാര് പിറകെ ഓടുന്നു. നവീനെ അരുണിനെ എങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ പോലീസുകാർ ഇവർക്കിട്ട് പണി കൊടുക്കും. നവീൻ ഓടിപ്പോയത് കാരണം ഇവർ അവനെ പിടിക്കാൻ വേണ്ടിട്ട് പുറകെ ഓടുന്നുണ്ടെങ്കിലും നവീൻ കണ്ട കാടുവഴികളിലൂടെ എല്ലാം തന്നെ ഓടുന്നുണ്ട്. എന്നിട്ടൊടുവില് ഒരു പാലത്തിന്റെ താഴെ പോയി അവൻ ഒളിച്ചിരിക്കുന്നു. പക്ഷെ നേരത്തെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിടിയൊക്കെ കാരണം അവന്റെ ചെവിയിൽ നിന്ന് നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. എന്തായാലും പെങ്ങളെ തിരിച്ചു കിട്ടിയില്ലേ, ഇനിയിപ്പോ അവൻ പോയാലും നമുക്കെന്താ പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് ജിനുവും കൂട്ടരും അരുണിനെ മാത്രം കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിന്റെ ഇടയ്ക്ക് മറ്റൊരിടത്ത് ഭർത്താവ് കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് യോഹന്നാനെ ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോ ഒരു കൊച്ചു പയ്യനെ അവന്റെ അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ഒരുപാട് തല്ലുന്നുണ്ടായിരുന്നു. കൊച്ചിനെ അടിച്ചു എന്ന് അറിഞ്ഞതും യോഹന്നാൻ ആകെ ദേഷ്യത്തില് അയാളെ ഒരുപാട് എടുത്തിട്ട് ചവിട്ടുന്നു. അത് കണ്ടതും ദിന്നാദാകെ ടെൻഷൻ. അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ജോലിയാണ് പോകുന്നത്. ഇത്രയും നേരം ചൂടാകുന്നതിനും വഴക്കുണ്ടാക്കുന്നതിനും ദിന്നാദിനെ വഴക്ക് പറഞ്ഞ യോഹന്നാൻ തന്നെ ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് യോഹന്നാൻ അയാളുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം പറയുന്നത്. എല്ലാവരും എന്നോട് പറയുന്നത് എനിക്ക് എന്റെ ഭാര്യയെ പേടിയാണെന്നാണ്. പക്ഷെ എനിക്ക് അവളെ പേടിയല്ല, എനിക്ക് അവളോട് അത്രയധികം ഇഷ്ടമാണുള്ളത്. എന്റെ വൈഫ് 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ്. അവൾക്ക് നേരത്തെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ പ്രഗ്നന്റ് ആയി. പക്ഷേ ഡെലിവറി ഡേറ്റിന്റെ 2 ദിവസം മുൻപാണ് കുഞ്ഞിന് ജീവനില്ലാന്ന് അറിയുന്നത്. എന്നിട്ടും അവൾക്ക് പ്രസവിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഇവർക്ക് കുട്ടികളുണ്ടായില്ല. കുട്ടികളില്ലാത്ത കാരണം ഇയാൾ അവളെ ഇട്ടിട്ട് പോകുമെന്ന് അവൾക്ക് എപ്പോഴും പേടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു എപ്പോഴും അയാളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ അവസ്ഥ കേട്ട് ദിന്നാദിനും നല്ല സങ്കടം തോന്നി. അങ്ങനെ അന്നത്തെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ കഴിഞ്ഞു. രാവിലെയായി. ജിനു ആകട്ടെ അരുണിനെ ഇതുവരെയും സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ യോഹന്നാൻ വിളിക്കുമ്പോൾ അരുണ് പറയുന്നുണ്ട് ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലുണ്ട് ഇവരുടെ കൂടെ. പക്ഷെ നവീനാകട്ടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടിയെന്ന്. അവനെ അവിടെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞത് കാരണം ജിനുവും കൂട്ടരും അവനെ അവിടെ ഇറക്കി വിട്ടു. കുറച്ചു കഴിയുമ്പോൾ സ്റ്റേഷനിലേക്ക് ആ പെൺകുട്ടിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന ആളും വരുന്നു. ഞങ്ങൾ അവളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുന്നു. എന്നാൽ ദേഷ്യം വന്ന ദിന്നാദ് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകൾ വീട്ടിലുണ്ടെന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അവളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ദിന്നാദിനെ തള്ളി മാറ്റി അകത്തേക്ക് കടക്കാൻ അയാൾ ശ്രമിച്ചതും ദേഷ്യം വന്നിട്ട് അവൻ അയാളുടെ മുഖത്തടിക്കുന്നു. യോഹന്നാൻ വന്ന് അതിലിടപെടുന്നുണ്ട്.
യോഹന്നാനോ അവരെ കുറെ വഴക്ക് പറയുന്നു. 11 മണിക്ക് കോടതിയിൽ വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാനാണ് അയാൾ പറയുന്നത്. ദിന്നാദിന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അവൻ വന്ന ലവേഴ്സിനോട് പറയുന്നുണ്ട് 11 മണിയാകുമ്പോൾ നിങ്ങളെ കോടതിയിൽ എത്തിക്കും, അവിടെ എത്തിക്കഴിയുമ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോയിക്കൊള്ളാൻ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ദിന്നാദാകട്ടെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അതേ ടൈമില് പുഴയരികിലായിട്ട് ഒരു മൃതദേഹം കണ്ടതായിട്ട് ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നവീനായിരുന്നു. തലേന്ന് ജിനുവിന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് കിട്ടിയ ഇടി കാരണം അവന്റെ ചെവിയിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നല്ലോ, അതവന്റെ മരണത്തിന് കാരണമായി. സംഭവറിഞ്ഞ ഡിവൈഎസ്പി ആകട്ടെ ജിനുവിനോട് പറയുന്നുണ്ട് തൽക്കാലം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന്. കുറച്ചു കഴിയുമ്പോൾ വീട്ടിലിരുന്ന യോഹന്നാന് കോള് വരുന്നുണ്ട് നവീന്റെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി. ന്യൂസ് വെച്ച് നോക്കാൻ പറഞ്ഞതും അയാൾ ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയി. ദളിത് യുവാവായ നവീന്റെ മരണത്തിന് കാരണക്കാരെന്ന് പറയുന്നത് യോഹന്നാനെയും ദിന്നാദിനെയുമായിരുന്നു. അറക്കിലെ ആൾക്കാരുടെ കൂടെ നിന്നിട്ട് ആ പയ്യനെ കൊല്ലാൻ കൂട്ടുനിന്നത് ഇവരാണെന്നാണ് ന്യൂസിലെല്ലാം പറയുന്നത്. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും അവരാണ് കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നു. CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞ സമയത്ത് ഇവരാകട്ടെ ജിനുവിന്റെ വണ്ടിക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. അതിനെ മറ്റൊരു രീതിയിലായിരുന്നു മീഡിയ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഉടനെ അറസ്റ്റ് വരുമെന്ന് യോഹന്നാന് മനസ്സിലായി. അയാളെ പെട്ടെന്ന് സലോമിയോട് റെഡിയാകാൻ പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നിരുന്ന ദിന്നാദിനെയും പോലീസുകാരും വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലാകാതെ അവനാകട്ടെ ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും അവിടെ മുഴുവൻ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു. നവീന്റെ മരണവും കാര്യങ്ങളും മനസ്സിലായതോടുകൂടി അവൻ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല. എന്നാൽ പോലീസുകാര് അവനെ പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് കയറ്റുന്നു. ആ കാഴ്ച കണ്ട് അവന്റെ അമ്മ വരെ തളർന്നു വീണു. യോഹന്നാൻ സലോമിയെ അവിടെ ഉണ്ടായിരുന്ന പള്ളിയിലച്ഛന്റെ അടുത്ത് കൊണ്ടാക്കുന്നുണ്ട്. താൻ മാക്സിമം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് വരും, അതുവരെ അവളെ നോക്കണമെന്ന് പറയുന്നു. പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് സലോമി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ മയക്ക് കെടുത്തിയ ശേഷമാണ് യോഹന്നാൻ അവിടെ നിന്നും പോകുന്നത്. ദിന്നാദിനെ നേരെ ഡിവൈഎസ്പിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഡിവൈഎസ്പി അവനോട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ രാത്രി മദ്യപിച്ചു എന്ന്. ഇല്ലാന്ന് അവൻ പറയുന്നു. കൈക്കൂലി വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറയുന്നു. നിന്റെ വണ്ടിയിൽ നിന്ന് കാശ് കിട്ടിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ജിനുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പെട്രോളിങ്ങിന്റെ സമയത്ത് കണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. വഴി അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വഴി കാണിച്ചു കൊടുത്തതാ, അല്ലാതെ അവരുമായിട്ട് തങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡിവൈഎസ്പി ആകട്ടെ ഇവരെ കൂടി ഇതിൽ പ്രതിചേർക്കാനുള്ള പരിപാടിയായിരുന്നു. കുടിച്ചിട്ടില്ല എന്ന് അവൻ കള്ളം പറഞ്ഞതാണെന്ന് അയാൾക്കറിയാം. കാരണം ഈ സദാനന്ദൻ അവനെ ഒറ്റുകൊടുക്കുന്നുണ്ട്. അവൻ കുടിക്കുന്നത് താൻ കണ്ടു എന്ന് പറയുന്നു. താനൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. നിനക്കിതിൽ നിന്നും ഊരിപ്പോകണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, യോഹന്നാനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരാനാണ് പറയുന്നത്. പക്ഷെ അവൻ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല യോഹന്നാൻ സാറും ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ആയോ പറ്റില്ല എന്ന് ഇയാൾ പറയുന്നു. ഒന്നുകിൽ രണ്ടുപേരും കുടുങ്ങും. നിനക്ക് മാത്രം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ അയാൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം. സദാനന്ദൻ അവനെ പിടിച്ചിരുത്തി ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്താണ് യോഹന്നാൻ അവിടേക്ക് വരുന്നത്. നീ ഇന്നലെ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. പോലീസ് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്നെ എന്തായാലും ഈ മർഡർ കേസിൽ പെടുത്തും. നിന്റെ ജോലിയും പോകും, നീ 10 വർഷം അകത്ത് കിടക്കേണ്ടിയും വരും. അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കും. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആ യോഹന്നാനെതിരെ മൊഴി തരുന്നതാ നല്ലത്. യോഹന്നാനെ ഡിവൈഎസ്പി ചോദ്യം ചെയ്യുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട് താൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ ഡിവൈഎസ്പി ആകട്ടെ ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ മൊഴി തന്നിട്ടുണ്ട് നീ കൈക്കൂലി വാങ്ങിയിട്ടാണ് ആ മർഡർ ചെയ്യാൻ അവന്മാർക്ക് കൂട്ടുനിന്നതെന്ന്. എന്നാൽ ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് യോഹന്നാന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം അയാൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസുകാരനാണല്ലോ. അതുകൊണ്ട് ഈ വക പരിപാടി ഒന്നും തന്റെ അടുത്ത് എടുക്കണ്ടെന്നാണ് യോഹന്നാൻ പറയുന്നത്. നിനക്കിതിൽ പങ്കില്ലെങ്കിൽ നീ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിന്റെ CCTV ഫുട്ടേജും നിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെ ആ മീഡിയക്ക് കിട്ടിയെന്ന് ഡിവൈഎസ്പി യോഹന്നാനോട് ചോദിക്കുന്നു. ജിനുവിനോട് യോഹന്നാൻ വിളിച്ചിട്ട് നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, നിനക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം, നിന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഓഡിയോ കട്ട് ചെയ്തിട്ട് നിനക്ക് വേണ്ടി സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നൊരു ഓഡിയോ ക്ലിപ്പ് മാത്രമായിരുന്നു ന്യൂസിൽ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യോഹന്നാൻ പറയുന്നുണ്ട് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഇതെല്ലാം മീഡിയയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെന്ന് തനിക്ക് അറിയാമെന്ന്. ഇതിന്റെ പിന്നിൽ സാറിന് നല്ല കളിയുണ്ട്. ആ നവീൻ കൂട്ടുകാരനായ അരുണിന്റെ വീട്ടിലുള്ളതെന്നുള്ള ഇൻഫർമേഷൻ സാറിന് ഞാനാ തന്നത്. അത് കഴിഞ്ഞ അറയ്ക്കല പയ്യന്മാര് അരുണിനെ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് സാറിന്റെ അറിവോട് കൂടി തന്നെയാണ്. കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് ആ കാര്യത്തിൽ ഞാനായിരിക്കും പ്രധാന സാക്ഷി. പക്ഷെ ഈ കേസ് ഇപ്പൊ എന്റെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ എന്റെ വാക്കിന് അവിടെ ഒരു വിലയുണ്ടാകില്ല. അങ്ങനെ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യും. സാറിന്റെ പ്ലാനിങ് ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ നീ കോടതിയിൽ പോയി തെളിയിക്കാനാണ് ഡിവൈഎസ്പി പറയുന്നത്. താൻ കോടതിയിൽ പോയി തെളിയിക്കുകയും ചെയ്യും, ഇതിൽ നിന്ന് ഊരുകയും ചെയ്യുമെന്ന് അയാൾ പറയുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് പറ്റുമെങ്കിൽ എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കിത്താ. എന്നാൽ ഡിവൈഎസ്പി പറയുന്നത് നിനക്ക് ഒഴിവാകണമെങ്കിൽ നിന്റെ കൂടെയുള്ള പോലീസുകാരന്റെ തലയിലെല്ലാം കെട്ടിവെക്ക്. പക്ഷെ യോഹന്നാന് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. തൽക്കാലം പുറത്തേക്കിരിക്കാൻ അയാളോട് പറഞ്ഞിട്ട് ഇവർ മറ്റെന്തോ പ്ലാനിങ് നടത്തുന്നു. കുറച്ചു കഴിയുമ്പോൾ ഒരു പോലീസുകാരൻ യോഹന്നാന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതി തരാൻ. യോഹന്നാൻ നടന്ന സംഭവങ്ങൾ മാത്രമാണ് എഴുതുന്നത്, അല്ലാതെ അയാൾ ദിന്നാദിനെതിരെ ഒന്നും തന്നെ എഴുതുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റു പോലീസുകാരാകട്ടെ ദിന്നാദിനെ വിളിച്ച് കാണിച്ചിട്ട് പറയുന്നുണ്ട് യോഹന്നാൻ നിനക്കെതിരെയാണ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അതോടെ ദിന്നാദ് ആകെ ടെൻഷനിലായി. ആ പോലീസുകാർ പറയുന്ന കേട്ടിട്ട് അവനും തിരിച്ച് യോഹന്നാനെതിരെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു.
തോന്നുന്നു. ഇതൊന്നും പോലീസുകാരുടെ കളിയാണെന്ന് അവന് മനസ്സിലായില്ല. പിന്നീട് ഇവർ രണ്ടുപേരും അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് താൻ ചെയ്ത മണ്ടത്തരം എന്തായിരുന്നുവെന്ന് ദിന്നാദിന് മനസ്സിലാകുന്നത്. മണ്ടത്തരം കാണിച്ചല്ലോ എന്ന് യോഹന്നാൻ പറയുന്നു. ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ കാണിച്ചെങ്കിലും നിനക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. നീ എനിക്കെതിരെ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്നെ അവർ പ്രതി ചേർത്തിരിക്കും. കുറച്ചു കഴിയുമ്പോൾ പ്രസിന്റെ മുന്നിൽ നിന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട് ഈ കൊലപാതകത്തില് 5-6 പ്രതിപട്ടികയില് ദിന്നാദിനെയും യോഹന്നാനെയും ഒരുമിച്ച് പ്രതി ചേർത്തിരിക്കുന്നുവെന്ന്. അത് കേട്ടതും ദിന്നാദാകെ ഞെട്ടിപ്പോയി. യോഹന്നാൻ പറഞ്ഞത് സത്യമായിരിക്കുന്നു. ഈ പോലീസുകാര് ഇവർക്ക് രണ്ടുപേർക്കും ഇട്ട് പണി കൊടുത്തതാണ്. മാനസികമായിട്ട് ആകെ തകർന്ന അവനാകട്ടെ അവരെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. പോലീസുകാർ പിറകെയും. എന്നാൽ അവൻ നേരെ ഓടിച്ചെല്ലുന്നത് മെയിൻ റോഡിലേക്കായിരുന്നു. ഒരു വണ്ടി വന്ന് അവനെ ഇടിക്കുകയും തൽക്ഷണം അവൻ മരിക്കുകയും ചെയ്തു. അതിനുശേഷം യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അയാൾ പോകുന്ന വഴിക്ക് മറ്റു പോലീസുകാർ നിന്നിട്ട് ആ രക്തമെല്ലാം കഴുകി കളയുന്നുണ്ടായിരുന്നു. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സീൻ തന്നെയാണ് അവസാനവും കാണിക്കുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നതും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലായിരുന്നു ഇവർക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.